शकुने भवासि பாருங்க, அங்கதான் சாமியார் வீடு. பத்ரா, வாடி உள்ள வா. காலையில இருந்து காக்க குறுக்குது. சொந்தக்காரி யாரோ வருது. யாரா இருக்கும்னு நான் நினைச்சிட்டே இருந்தா. என்ன அதிசயம்! கனவா நனவா? உட்காரு. ஏன் சத்தம் போடுறது? എന്നോട് ഫ്രണ്ട് വന്നത് പാക്കലയാ? കുട്ടികൾക്ക് കൊടുക്കാൻ ഞാനൊന്നും വാങ്ങിയില്ല. കുട്ടികളാ? ഒരാള് താൻ, മോഹിനി. കടവുൾ കൊണ്ടുപോയിട്ടാര്. എനിക്കിപ്പോ അമ്മ മാത്രമേ ബന്ധുവായിട്ടുള്ളൂ. ഞാനും എൻ്റെ ആളും ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ച ദിവസം അദ്ദേഹം എന്നെ വിട്ടുപോയി. 40 കഴിഞ്ഞു. ചാരം നമ്മുടെ പാപനാശിനിയിലും ഒഴുക്കണമെന്ന് മനസ്സ് പറഞ്ഞു. ഇങ്ങോട്ട് പോന്നു. തെരയരുത്. ശാസ്ത്രികളാ? അവരിരുന്ന് പോച്ച്. അവർക്ക് തൊണ്ടയിലെ ക്യാൻസർ വന്ന് ரொம்ப കഷ്ടപ്പെട്ടാரு. 2 வருஷமா ஹாஸ்பிட்டலும் வீட்டுக்கும் ஆயிருந்து அலைஞ்சோ. சாகரத்துக்கு முன்னாடி பத்ராவை பார்க்கணும்னு அவர் ரொம்ப ஆசைப்பட்டாரு. டெத்துக்கு 2 நாள் முன்னாடி கூடி அவர் கேட்டாரு, பத்ரா வருமான்னு. வரும்னு நான் சொன்னேன். கிடைச்ச அட்ரஸ்ல நானே எழுதி ஒரு லெட்டர் போட்டிருந்து. இல்ல, எனக்கு கிட்டியில்ல. கிடைச்சிருந்தா கண்டிப்பா நீ வந்திருப்ப. நீங்க 2 பேரும் காதலிச்சிங்கன்னு எனக்கு தெரியும். இந்த பாபி நடுவில் வந்ததுனால ராமா அங்க முடிச்சுட்டு நிக்கிறேன். நிவேத்தியம் எல்லாம் ரெடி பண்ணிட்டியா? நேரம் போன தெரியாதா? வர வர இவனுக்கும் பைத்தியம் பிடிச்சு போடு. തിരിച്ചറിഞ്ഞല്ലോ. അത് തന്നെ മഹാഭാഗ്യം. 7ാമത്തെ ഷോക്ക് ട്രീറ്റ്മെന്റും കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് 3 ദിവസമേ ആയുള്ളൂ. കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ അവൾ എന്താ പറഞ്ഞെന്നറിയോ? അവൾക്ക് എന്നോട് വെറുപ്പാണെന്ന്. ഞാനൊന്നും മറച്ചു വെച്ചില്ല. അതൊക്കെ ഒരു തമാശ പോലെ അവൾ കേട്ടിരുന്നു. പക്ഷേ പിന്നെ എന്നോട് മിണ്ടാട്ടില്ലാണ്ടായി. കാണുന്ന വെറുപ്പായി. കൈ കെട്ടിയതൊക്കെ വലിച്ചെറിയും. 2 വയസ്സുള്ള ഞങ്ങളുടെ മകള് മരിച്ചത് തലയ്ക്ക് ക്ഷതമേറ്റാണെന്നാണ് ഡോക്ടർ റിപ്പോർട്ട്. അതെപ്പോ എങ്ങനെ
അവൾക്ക് ഇനിയും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും പാവാണ്. നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടു എന്നറിഞ്ഞ എനിക്ക് അവളെ ഇനി തിരിച്ചു കിട്ടില്ല. മറ്റൊന്നും മോഹിച്ചു വന്നല്ല, ഒന്നും സ്വന്താക്കുകയില്ല. എനിക്ക് വേണ്ടി നീലാംബരി ഒന്ന് പാടാമോ? അത് മാത്രം. തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ട്രീറ്റ്മെന്റിലാണ് ഞാൻ. ഇനി എനിക്ക് പാടാൻ കഴിയില്ല.